ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നേ. ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് അടുത്തൊരു മഴയ്ക്ക് ചെറിയൊരു കോളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരന്തരീക്ഷം. രാവിലെ റെഡിയായി ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണ്. ഗോകുലം മെഡിക്കൽ കോളേജിലെ ഓർത്തോ ഡോക്ടറെ കാണാനാണ് ഇന്ന് പോകുന്നത്. എനിക്കൊരു 1 ഇയർ ബാക്ക് IVDPന്റെ ഹിസ്റ്ററി ഉണ്ട്. അതായത് ഒരു ബാക്ക് പെയിൻ, ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയാം. ഏകദേശം ഒരു 4 മാസത്തെ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പിയിലൂടെയാണ് അതൊന്ന് ക്ലിയർ ആയി വന്നത്. ആള് ചെറിയ കക്ഷിയൊന്നും അല്ലായിരുന്നു. വന്നപ്പോൾ നല്ല സിവിയർ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും അമ്മയുമായിട്ടാണ് പോകുന്നത്. ഒരു 8 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊരു പേടി. അങ്ങനെ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഒരു ഓർത്തോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, അതെൻ്റെ പഴയ നടുവേദനയുടെ പ്രശ്നമല്ല എന്ന് കൺഫേം ചെയ്യാനായിട്ട്. അഥവാ ഇനി IVDP ആണെങ്കിൽ എനിക്ക് നോർമലോ C സെക്ഷനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ കൺസൾട്ടേഷൻ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ കുറേ സമയം അവരോട് കഥയൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ കൺസൾട്ടേഷനും അത് കഴിഞ്ഞ് അമ്മയുടെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പരിവായി. അവിടുന്ന് ഞങ്ങൾ നേരെ ചേച്ചിയുടെ പാർലറിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു. ചേച്ചി എനിക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു തന്നായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആകെ ടയേർഡായിരുന്നു. സങ്കടവും കരച്ചിലും ഒക്കെ വന്നൊരു ദിവസമായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആയി. അതാ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിരിയാണി കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ സങ്കടവും വേദനയും വിഷമവും ഒക്കെ പോയി. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ച ഞങ്ങൾ തിരിച്ച് വീടെത്തുമ്പോഴത്തേക്ക് ഏകദേശം 5-5:30 ആയി. അങ്ങനെ ഇന്നത്തെ ഒരു ഹെക്റ്റിക് ഡേ ഇവിടെ കഴിഞ്ഞു. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെ എൻ്റെ ഡോക്ടറെ കാണാൻ പോവാണേ. ഇവിടെ ഒരു സ്പെഷ്യൽ ആളും കൂടി ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എത്തോളൂ എന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ രാത്രിയേ ആളെത്തി. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലുമാണ് ഞാൻ. അമ്മാമ്മയും പൊന്നും കൂടി ടാറ്റയൊക്കെ തന്ന് വിടുക. പൊന്നു അവിടെ നിന്ന് കാണിക്കുകയാണ് ഇനി ബേബി ആയിട്ട് വന്നാൽ മതിയെന്ന്. ഇപ്രാവശ്യം പോകുമ്പോൾ അഡ്മിറ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ട് എല്ലാ സാധനങ്ങളുമായി ടാറ്റയൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഞാൻ, വിഷ്ണു, അമ്മ, ചേട്ടൻ, അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അഡ്മിറ്റും പറഞ്ഞു. വാട്ട് എ കോയിൻസിഡൻസ്. ഞങ്ങൾ അഡ്മിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഇനി എങ്ങനെ അഡ്മിറ്റ് ആയാലോ എന്ന് വിചാരിച്ചാൽ എല്ലാം കൂടി എടുത്തു വന്നത്. അപ്പോൾ അതേതായാലും നന്നായി. പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ഫിറ്റ്നസ് കിട്ടി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. IVDPയുടെ ലക്ഷണങ്ങളൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. ഇത് പ്രഗ്നൻസിയായി റിലേറ്റ് ചെയ്തിട്ടുണ്ടായ ബാക്ക് പെയിൻ ആണെന്ന്. ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 1 മണിയായി. അപ്പോഴേക്കും നല്ല വിശപ്പായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് അഡ്മിഷനൊക്കെ റെഡി ആക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയി. അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് സംസമിലോട്ടാണ്. ഈ സംസമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത് നന്തങ്കോടുള്ള സംസമാണ്. പെരി പെരി അൽഫാം മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്ക് ഈയിടെയായിട്ട് ബിരിയാണി, മന്തി, റൈസ് അതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. വലിയ സ്പൂൺ തന്നില്ലേ? പിന്നെ എൻ്റെ ഫേവറേറ്റായ മിൻറ്റ് ലൈമും. എവിടെ പോയാലും ലൈം മേടിക്കുകയാണെങ്കിൽ മിൻറ്റ് ലൈമാണ് ഞാൻ കുടിക്കൽ. കഴിച്ച പകുതിയായപ്പോഴത്തേക്കും ക്ഷണിക്കാത്തൊരു അതിഥി കൂടി വന്നു. ഒരു ഷോർട്ട് ഡ്രിങ്ക്. അതിൻ്റെ ഫ്ലേവർ വന്നിട്ട് എനിക്ക് തോന്നിയത് മാംഗോയും പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവറുള്ള ഒരു ഷോർട്ട് ഡ്രിങ്ക് കൊണ്ടുവച്ചായിരുന്നേ, കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബൺ കഫേ ഉണ്ടായിരുന്നു. മധുരം ഉള്ളതൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു ബ്രെഡ് വാങ്ങി കയ്യിൽ വെച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴോ ചെറിയൊരു പണി കിട്ടി. നമുക്ക് പേ വാർഡ് ശരിയായില്ല. അപ്പോൾ ജനറൽ വാർഡിൽ കിടക്കേണ്ടി വരും ഒരു ദിവസം. കഴിഞ്ഞ അഡ്മിഷനിലും ഞാൻ ജനറൽ വാർഡിലായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമാവാത്തൊരു സ്ഥലമായിരുന്നു അത്. ഹോസ്പിറ്റൽ നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. നഴ്സുമാരും നല്ല സ്നേഹമുള്ളവർ. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പ്രൈവസി വേണം, അല്ലെങ്കിൽ ഉറങ്ങാനും ഫുഡ് കഴിക്കാനും ഒന്നും പറ്റില്ല. ഇന്നൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വാർഡിലോട്ട് ഷിഫ്റ്റായി. വാർഡിൽ നിന്ന് റൂം എത്തിയപ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് വീട്ടിലെത്തിയ സമാധാനമായിരുന്നു. റൂം എത്തി കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്തു. ഇത്രയും നേരം ആ വാർഡിൽ നല്ല ചൂടും ഞാൻ വിയർത്തൊരു പരിവായിരുന്നു. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെച്ചാൽ എനിക്ക് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നു. ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ടാവും നഖമൊക്കെ എത്ര പെട്ടെന്നാണ് വളരുന്നത്. കാലിലും കയ്യിലും നഖമൊക്കെ വെട്ടി നീറ്റാക്കിയ ശേഷം
കുറച്ച് ഫ്രൂട്ട്സ് കട്ടിയാ വെച്ചു. അമ്മ വെച്ചണോ പുറത്ത് പോയി വന്നപ്പം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. അതിൽ നിന്നൊരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്തു. എനിക്ക് പണ്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഉള്ളതുപോലെ അതിനും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് വെറും വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. ഇനി എത്ര ദിവസം ഈ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നോ ഇനി എന്നായിരിക്കും ഡെലിവറി എന്നോ ഒന്നും അറിയില്ല. എനിക്കെല്ലാം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം. പക്ഷേ ഈ ഒരു കാര്യത്തിന് നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഹായ്. ഇന്ന് രാവിലെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ, ഷുഗർ ടെസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 അവർ കഴിഞ്ഞ് ബ്ലഡും കൊടുത്ത ശേഷം ഒരു ആപ്പിളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചൊരു ഫ്രൂട്ട് ആപ്പിളായിരുന്നു. ഡെയിലി ഒരു ആപ്പിളെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെയും ഗ്രീൻ ആപ്പിൾ കഴിച്ചിട്ടില്ലായിരുന്നു. അതിന്ന് കഴിച്ചു. അങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴാ താഴെ ഒരാൾ കിടക്കും. എനിക്ക് അവളെ കണ്ടപ്പോൾ എൻ്റെ ബെല്ലേനെ ഓർമ്മ വന്നു. കാരണം എൻ്റെ ബെല്ല ഇതുപോലെയാണ് കിടക്കുന്നത്. ആ കിടത്തോ നോട്ടോ ഒക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ചബ്ബിയായി. ഇപ്പോൾ ഇടയ്ക്ക് കുറച്ചും കൂടി നീരടിച്ച പോലെ ഇരിക്കും മുഖം. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങുകയാണേ. ചെറിയ കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പം കുറച്ചു നേരം നടക്കാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായിട്ട് എൻ്റെ കുട്ടിക്ക് തീരെ റെസ്റ്റ് ഇല്ല. ഏത് വഴി പുറത്ത് ചാടട്ടെ എന്നാവും ആലോചിക്കുന്നത്. എൻ്റെ നടത്തത്തിനല്ലെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ കാലുവേദനയും കൂടെ ആയപ്പോൾ കുറച്ചുകൂടി സ്റ്റൈലായി. എല്ലാവരും പറയും ഞാൻ നടക്കുന്ന ചാടിച്ചാടിയാണ്. ആരെങ്കിലും നോക്കി നിന്നാലോ കൈ വെച്ചാലോ ഒന്നും ചവിട്ടാത്ത ആൾ ഇച്ചിനൊന്ന് അടുത്തു കൂടെ പോയാൽ മതി ചവിട്ടാൻ. അതെന്ത് മറിമായാണെന്ന് എനിക്കറിയില്ല. ഇന്ന് എൻ്റെ അമ്മ ജസ്റ്റ് ഒന്ന് വീട് വരെ പോയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാലയും മോതിരമൊക്കെ കൊടുത്തു വിട്ടായിരുന്നേ. എന്നിട്ട് താലി എടുത്ത് കൊലുസിലാണ് കൊരുത്തിട്ടത്. മോതിരമൊക്കെ നല്ല ടൈറ്റ് ആയിരുന്നു. പിന്നെ അതൊക്കെ ഊരി വീട്ടിൽ കൊടുത്തു വിട്ടു. ഇനി നോസ് പിന്നും ഇയറിങ്ങും പിന്നെ ഈ മാലയും കൂടി ഊരിയാൽ മതി. പിന്നെ കാലിൽ മിഞ്ചി ഇട്ടിട്ടുണ്ട്, അത് ഊരണം. നോസ് പിന്നെ ഇയറിങ്ങും ഇപ്പോഴേ ഊരിയാ ഊട്ട അടഞ്ഞു പോയാലോ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും, ടൈറ്റ് അല്ലല്ലോ, ഈസി ആയിട്ട് ഊരാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയാം. എൻ്റെ വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. ഇന്ന് പുറത്ത് പോയി വന്നപ്പോഴത്തേക്കും ഒരു 1.5 കിലോ റംബൂട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പകുതിയും ഇച്ചിരി കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇനി ബാക്കി ഇത്രയും കൂടിയേ ഉള്ളൂ. കഴിഞ്ഞൊരു സീസണിൽ ഇതുപോലെ റംബൂട്ടാൻ ഞങ്ങൾ ലുലു മോളിൽ നിന്ന് വാങ്ങിയായിരുന്നേ. എന്നിട്ട് റൂം എത്തി ഒരു 5 മിനിറ്റ് സമയം പോലും എടുക്കാതെ 1 കിലോ റംബൂട്ടാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന ആളാണ് അത്. ഇന്നിപ്പോൾ ആവശ്യത്തിലധികം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി വാങ്ങി വെച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇത് തീരും. ഏതായാലും നാളെ ആയാലും ഉച്ചണൂന് തന്നെ കഴിക്കാം. എനിക്കധികം കഴിക്കാൻ പറ്റില്ലല്ലോ, ഷുഗർ അല്ലേ എന്ന് വിചാരിച്ച് തീരെ ഒന്നും കഴിക്കാതെയും ഇല്ല. അത്യാവശ്യത്തിനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു 3 ദിവസത്തെ കഥ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.